ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ഹോം സ്റ്റേയും പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാം. വാഗമൺ ഈരാറ്റുപേട്ട റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഗമൺ ഈരാറ്റുപേട്ട റോഡെന്ന് പറഞ്ഞാൽ നല്ല അതിമനോഹരമായ റോഡാണ്. ഇന്നത്തെ ക്ലൈമറ്റും നല്ല കിടിലൻ ക്ലൈമറ്റാണ്. ആകാശം കണ്ടാൽ തന്നെ എന്താ പറയുക, നല്ല നീലിമയിൽ നല്ല എന്താ പറയുക, മഞ്ഞുകട്ടകൾ എടുത്ത് വെച്ച പോലെ നിൽക്കുന്ന ഒരു ആഘോഷം, നല്ല കിടിലൻ ക്ലൈമറ്റാണ്. നമ്മൾ സാധാരണ എല്ലായിടത്തും വീട്ടിൽ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടെ ചെന്ന് കിട്ടുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് തനി നാടൻ രീതിയിലുള്ള കറികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ എന്നും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. അത്യാവശ്യം ഒരു 4-5 റൂമുണ്ട്. ഒരു ഫാമിലിയായിട്ട് 5 ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പിലുള്ള റൂംസും കാര്യങ്ങളെല്ലാം ഇവർക്കുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി എന്ന് പറയുമ്പോൾ ഓവർ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല റേറ്റ് കുറച്ച് ഒക്കെ നമുക്ക് ചെയ്തു തരും. ഇത് എൻ്റെ വീഡിയോ കണ്ടാൽ വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തു തരും. പിന്നെ ഇതുപോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യണം എനിക്കിഷ്ടം, വേറെ ഒന്നും കൊണ്ടല്ല. ഒരുപാട് വലിയ വലിയ പ്രോപ്പർട്ടിയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് പരസ്യമൊക്കെ കൊടുക്കാൻ വേണ്ടി വലിയ സെലിബ്രിറ്റിയും കാര്യങ്ങളൊക്കെ കാണും. ഇതുപോലുള്ള കൊച്ചു ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കിഷ്ടം. ഡ്രീംസ് ഹോം സ്റ്റേ എന്നാട്ടോ ഇവരുടെ പേരും കാര്യങ്ങളും, റെസ്റ്റോറൻറ്റിൻ്റെയും പേരാണ്. ഇത് 2-3 പേരൊക്കെ എടുത്ത് നടത്തിയതാണ്. ഇവരിത് ലീസിനെടുത്ത് നടത്തുന്നതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ലീസിനാണെങ്കിൽ പോലും നല്ല അടിപൊളി എന്താ പറയുക, അവർ സ്വന്തം പ്രോപ്പർട്ടി പോലെ തന്നെ കണ്ടാണ് ഈ പ്രോപ്പർട്ടിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. നല്ല കിഡിലൻ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു എന്താ പറയുക, കുറച്ച് മഞ്ഞൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെയൊക്കെ മഞ്ഞ് വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വൈബും കാര്യങ്ങളും എല്ലാം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫാമിലിക്ക് വരുന്ന നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനായാലും ആവശ്യത്തിന് റൂംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. റൂംസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. നമ്മൾ കയറി വരുമ്പം തന്നെ ചെറിയൊരു സിറ്റ് ഔട്ടും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഇവിടെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. 24 hours ഇവർ വർക്കിങ്ങുമാണ്. ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളും എല്ലാം ഇവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. പറയുവാണെങ്കിൽ നമ്മൾ കയറി വരുന്ന മെയിൻ റോഡ് ഡോർ തുറന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒരു ലിവിങ് ഏരിയയാണ്. അത്യാവശ്യം അവിടെ വാഷ് ബേസിനും ഒരു സോഫ സെറ്റും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. മൊത്തം ഇവിടെ 5 റൂംസാണ് ഉള്ളത്. ഒരു റൂമിൽ കുറച്ച് സാധനങ്ങളുള്ളതാണ് റൂം കാണിക്കാത്തത്. അതും അവർ ക്ലിയർ ആക്കി തരും. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് റൂം എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആദ്യം നമ്മൾ കാണിക്കാത്ത റൂമിൽ മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂംസ് ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂംസും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം ബാത്റൂം അകത്ത് തന്നെ ഉള്ളതുകൊണ്ട് അവർക്ക് മറ്റ് റൂംസിലോട്ടോ കാര്യങ്ങളോട്ടൊന്നും പോകേണ്ടി വരില്ല. അവരുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയ ബാത്റൂംസും കാര്യങ്ങളാണ്. എല്ലാം ഞാനിത് വീഡിയോയിൽ വിശദമായി തന്നെ കാണിക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ ഇടനാഴിയിലൂടെ കയറിയാണ് ഈ ബാത്റൂമിലോട്ട് പോകുന്നത്. നമ്മൾ കയറിയ ഭാഗത്ത് കുറച്ച് വെട്ടം കുറവായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഈ ഇരുട്ടും കാര്യങ്ങളൊക്കെ കണ്ടത്. ബാത്റൂംസ് അത്യാവശ്യം നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും തന്നെയാണ് സൂക്ഷിച്ചേക്കുന്നത്. വേറെ എന്താ പറയുക, നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞാൽ വലിയ ഓവർ റേറ്റോ കാര്യങ്ങളോ അതുകൊണ്ട് ഇല്ലെന്ന് തന്നെ പറയാം. ഇത് നമ്മുടെ 4-ാമത്തെ റൂമാണ്. ഞാൻ കാണിക്കാത്ത റൂമുകളെ കൂട്ടി 4-ാമത്തെ റൂമാണ്. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാ റൂംസിലും ഉണ്ട്. ഓവറായി ഒത്തിരി എന്താ പറയുക പ്രതീക്ഷിച്ച് ചെല്ലാതിരിക്കുക. അത്രയും പ്രതീക്ഷയ്ക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ ഓവർ റേറ്റായിട്ട് പോകാൻ ആഗ്രഹിക്കാത്ത മിനിമം റേറ്റ് ചെയ്യുന്നതുകൊണ്ട് യാത്രകളെ ഇഷ്ടപ്പെടുന്നവരും വാഗമൺ കണ്ട് ആസ്വദിക്കാൻ വരുന്നവർക്ക് നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഒരു ഉച്ചയോടുകൂടി ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ വാഗമണ്ണൊക്കെ കാണാൻ പോകാൻ നല്ല അടിപൊളി. വാഗമണ്ണോട് ചേർന്ന് തന്നെയുള്ള കിടക്കുന്നൊരു സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. വാഗമൺ നമ്മുടെ കാരിയാർ ടോപ്പിലോട്ട് ഏകദേശം ഇവിടുന്ന് 3-4 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ ബാത്റൂംസും കാര്യങ്ങളും നല്ല അടിപൊളി സ്പേഷ്യസായ ബാത്റൂംസും കാര്യങ്ങളുമാണ്. ഞാൻ ബാത്റൂംസിനെ എടുത്തെടുത്ത് പറഞ്ഞ് വേറെ ഒന്നുമല്ല. ബാത്റൂമൊക്കെ അത്യാവശ്യം നമുക്ക് ഏറ്റവും അത്യാവശ്യം ആളുകൾ നോക്കുന്നൊരു ഇത് തന്നെയാണ്. നമ്മുടെ നല്ല കിഡിലം എന്താ പറയുക പൊറോട്ട മേക്കറായ ഒരു ബായിയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. നല്ല അടിപൊളിയായിട്ട് ബായിയുടെ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിഡിലം പൊറോട്ട കേട്ടോ. വേറെ ഞാൻ കഴിച്ച് ടേസ്റ്റ് ചെയ്തത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും വലിയ പൊക്കി പറയുന്നതന്നെ. നമുക്ക് ഈ വീഡിയോ അവർ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി പൊറോട്ടയാണ്. അത് നിങ്ങൾക്ക് ഈ പൊറോട്ട വീശി അടിക്കുമ്പോൾ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ട് ആണ് ആൾ പൊറോട്ട ഉണ്ടാക്കുന്നത്. ചെറിയ എന്താ പറയുക, നമ്മുടെ പേപ്പർ കട്ടിയുള്ള പൊറോട്ടയൊന്നുമല്ല കേട്ടോ, നല്ല വലിയ പൊറോട്ടയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക കഴിച്ചാൽ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന മുതലിനുള്ള ക്വാണ്ടിറ്റി അവർ കൊടുക്കുന്നുണ്ട്. ഇത് ഇതാണെങ്കിൽ സാധാരണ കടയിൽ ഇത് 2ആയിട്ട് കീറിയൊക്കെയാണ് പൊറോട്ട ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത്. പുള്ളി ഒരു വീശിയ ഇതിൽ തന്നെ ഒറ്റ പൊറോട്ട ആക്കി എടുക്കുവാണ്. നല്ല അടിപൊളി പൊറോട്ട, നല്ല അടിപൊളിയായിട്ട്
എന്താ പറയുക, നല്ല പുതിയൊരു ടേസ്റ്റ് കേട്ടോ. എൻ്റെ ഒരു അറിവിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഏറ്റവും നല്ല പൊറോട്ട വിന്നറിലെയാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേൾക്കാറ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാനൊന്ന് മാറ്റി ഇന്ന് ഞാൻ ചിന്തിച്ചു, അല്ല എന്താ പറയുക, വിന്നറിലേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ പൊറോട്ട ഇപ്പോൾ ഈ ബാഗി ഉണ്ടാക്കുന്നവർ അതായിരിക്കുന്നത് അത്ര നല്ല കിടിലൻ പൊറോട്ടയാണ്. ഞാൻ നാച്ചുറലി ഉള്ള അഭിപ്രായസും കാര്യങ്ങളും എന്താ പറയുക, നമ്മൾ നാടൻ രീതി പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വലിയ ഭാഷാശുദ്ധിയിലൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ എന്ത് സംസാരിക്കുന്നു ആ രീതിയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ തെറ്റുന്ന കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴി പോകുന്നവർ ഇവിടെ വരണം. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിക്കും. നല്ല കിടിലൻ ഫുഡാണ്. എന്തെങ്കിലും കുറ്റങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. ഇവിടെ വന്നിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. അല്ലെ എൻ്റെ എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ച് എന്നെ തരും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അത്ര ഉറപ്പ് ഞാൻ തരാം. അത്ര അടിപൊളി ഫുഡാണ്. ഇന്ന് ഞാനും ഫുഡ് കഴിച്ച് നോക്കി തന്നെ എനിക്ക് മനസ്സിലായി. നമ്മൾ സാധാരണ പാവയ്ക്കാത്തോരനൊന്നും ഒരു എന്താ പറയുക ഹോട്ടലുകളിലും കാണാറുള്ളതല്ല. ഇവിടുത്തെ ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ടപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല പാവയ്ക്കാത്തോരന്, അതുപോലെ തന്നെ അവിയൽ, അച്ചാർ, നമ്മുടെ നത്തോലി തോരന്, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ട് ബീഫും നത്തോലി ഫ്രൈയും മേടിച്ചു. അത് നല്ല കിഡിലൻ ഫുഡായിരുന്നു. അതിനുശേഷം ബായി ഉണ്ടാക്കി പൊറോട്ടയും കഴിച്ചു നോക്കി ആസ്വദിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല കിഡിലൻ ആംബിയൻസിലുള്ളൊരു സ്ഥലം തന്നെയാണ്. വാഗമണിലോട്ട് വളരെ പെട്ടെന്ന് എത്താനും പറ്റിയ ഒരു സ്ഥലത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒറ്റയിട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം വണ്ടികൾക്കും കാര്യങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ കയറുക, ഫുഡ് കഴിക്കുക, ആസ്വദിക്കുക. ഇവരുടെ ഹോം സ്റ്റേ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇവരുടെ നമ്പറുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അവർ ഡിസ്കൗണ്ട് വരും. അതിൻ്റെ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്കിനി ഫുഡൊന്ന് കഴിച്ച് നോക്കാം. ഫുഡ് കഴിച്ച് നോക്കി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. വളരെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ഊണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓവറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊന്നും നല്ല വീട്ടിലെ ഊണ് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കൊഴുവ ഫ്രൈ ആയ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ ക്വാണ്ടിറ്റി കേട്ടോ. ഒരു ബീഫ് ഫ്രൈ ഫുൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ പൊതുവെ ഒരിടത്തും കണ്ടിട്ടില്ല. ഏറ്റവും കുറച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു, എനിക്കൊരു ചിക്കൻ കറി കിട്ടിയതിൻ്റെ വീഡിയോ. എൻ്റെ പൊന്നെ, അതിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് നോക്കാം. അടിപൊളി ഊണാണ് കേട്ടോ. നല്ല അടിപൊളി പാവയ്ക്ക തോരനും ഒഴിവാക്കറിയാണ്. അടിപൊളി അവിയലും സൂപ്പർ കറി. ഇവിടെ അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നല്ല കിടിലൻ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫുഡ് കുഴപ്പമില്ല, നല്ല ഗുണമായിരുന്നു. അല്ലേ, കറികളൊക്കെ നല്ലായിരുന്നു. ഫുഡ് എങ്ങനെയുണ്ടായി? ഫുഡ് നല്ല ഫുഡാണ്. ഊണ് കഴിച്ചത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. പിന്നെ യൂഷ്വലി ഹോട്ടലിൽ കിട്ടത്തില്ലാത്ത ടൈപ്പ് ഓഫ് നാടൻ ഡിഷസ് ആയിരുന്നു. പാവയ്ക്കാത്തോട് അങ്ങനത്തെ കുറെ ഐറ്റംസ് ആണ്. അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ആണോ, നല്ല ഫുഡല്ലേ? ഓക്കെ.